ഒരിക്കൽ ശുക്രാചാര്യർ കുബേര സദസ്സിൽ വന്നു ചേർന്നു. അസുരാചാര്യനെ കുബേരൻ സ്വീകരിച്ചിരുത്തി ആഗമന ഉദ്ദേശം ആരാഞ്ഞു. കുബേര, താങ്കൾ ധനവാധിപനല്ലേ? അവിടുത്തെ സമ്പത്ത് മുഴുവൻ എനിക്ക് തരിക, ശുക്രാചാര്യർ ആവശ്യപ്പെട്ടു. കുബേരന് ശുക്രാചാര്യരുടെ ആവശ്യം ഇഷ്ടമായില്ല. എങ്ങനെയാണ് തൻ്റെ സമ്പത്ത് മുഴുവൻ ശുക്രാചാര്യർക്ക് നൽകുക? ശുക്രന് ധനം നൽകുക വഴി അസുരവംശത്തെ തന്നെ ധനാഢ്യരിക്കുകയല്ലേ ചെയ്യുക? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുബേരൻ തന്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു. ശുക്രാചാര്യ, കുബേര സമ്പത്ത് ഒരു ദിനം കൊണ്ട് ഒരാൾക്ക് നൽകുവാൻ സാധിക്കുന്നതല്ല. താങ്കൾക്ക് ധനേശ്വരനായ കുബേരന്റെ സ്വത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ തപസ് അനുഷ്ഠിക്കുക. അല്ലാത്ത പക്ഷം അങ്ങയെ കൈയൊഴിയേ എനിക്ക് നിവൃത്തിയുള്ളൂ. കുബേരന്റെ വാക്കുകൾ ശുക്രാചാര്യനെ കുപിതനാക്കി. എന്ത്? ശുക്രാചാര്യർ ധനം സമ്പാദിക്കുവാൻ കുബേരനെ തപസ് ചെയ്യുകയോ? ഏതായാലും അതില്ല. എന്നാൽ കുബേരന്റെ സമ്പത്ത് മുഴുവൻ ഇതാ ശുക്രാചാര്യന്റെ പക്കൽ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആചാര്യൻ തന്നെ മായാപ്രഭാവം കൊണ്ട് കുബേരന്റെ സമ്പത്ത് മുഴുവൻ കൈക്കലാക്കിക്കൊണ്ട് കടന്നു കളഞ്ഞു. കുബേരൻ ദുഃഖിതനും അപമാനിതനുമായി മാറി. ധനാധിപനായ കുബേരൻ ഒരു ക്ഷണം കൊണ്ട് ദരിദ്രനായി തീർന്നു. ഈ അവസ്ഥ കുബേരന്റെ അഹംബോധത്തെ തളർത്തിക്കളഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. കൈലാസത്തിൽ സമസ്ത ലോകത്തിലും ആനന്ദം പ്രദാനം ചെയ്തുകൊണ്ട് അരുളുന്ന ഉമാപതിയോട് കുബേരൻ തന്റെ സങ്കടം ഉണർത്തിച്ചു. മഹാപ്രഭു, അവിടുന്ന് എൻ്റെ ദുഃഖം മനസ്സിലാക്കിയാലും ശുക്രാചാര്യർക്ക് ധനം നൽകുവാൻ ഞാൻ നിഷേധിച്ചത് ദേവവംശത്തിന്റെ രക്ഷയെ കരുതി മാത്രമാണ്. പക്ഷേ ആ ചിന്ത എന്നെ ഇതാ ദരിദ്രനാക്കി മാറ്റിയിരിക്കുന്നു. ദേവാധിപ, ശുക്രാചാര്യരുടെ നടപടിയിൽ നിന്നും എന്നെ മോചിപ്പിച്ചാലും. വൃത്താന്തങ്ങൾ ഗ്രഹിച്ച മഹേശ്വരൻ കുപിതനായി മാറി. അദ്ദേഹം തന്റെ ശൂലമെടുത്ത് ഉയർത്തിക്കൊണ്ട് ശുക്രാചാര്യർക്ക് നേരെ പാഞ്ഞു. ഉടൻ തന്നെ ശുക്രാചാര്യർ ശൂലാഗ്രഹത്തിൽ നിന്നുകൊണ്ട് ശൂലത്തെ കീഴ്പോട്ട് താഴ്ത്തി. അനന്തരം ഭഗവാൻ ശുക്രനെ എടുത്തെറിഞ്ഞു. നിലത്ത് വീണ ആചാര്യനെ വീണ്ടും അറിയുവാനായി എടുത്തുയർത്തിയപ്പോൾ ഭഗവാന്റെ കൈകളിൽ നിന്നും ശുക്രാചാര്യർ രക്ഷ നേടുവാനുള്ള തത്രപ്പാടിലായി. ഈ പരാക്രമങ്ങൾക്കിടയിൽ ആചാര്യൻ ഭഗവാന്റെ ഉദരത്തിൽ ചെന്നു പതിച്ചു. രക്ഷ നേടുവാൻ ഒരു മാർഗവുമില്ല. പരമേശ്വരന്റെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്ന നിമിഷം ഭഗവാന്റെ ശൂലത്തിൽ താൻ ഇരയായി തീരുമെന്ന് ആചാര്യർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഭഗവാന്റെ ഉദരത്തിൽ നിന്നും ശിവപുത്രനായ ശുക്രാചാര്യർ പുറത്തു വന്നു. അതേസമയം ശുക്രാചാര്യനെ വധിക്കുവാനായി പരമശിവൻ ആയുധവുമായി പാഞ്ഞു വന്നു. ഈ ഘട്ടത്തിൽ അരുതേ എന്ന നിലവിളിയോടെ പാർവതീദേവി ഭഗവാന്റെ കയ്യിൽ കടന്നു പിടിച്ചു. പരിഭ്രമത്തോടും കോപത്തോടും ഗൗരി മഹേശ്വരനോട് ചോദിച്ചു, ദേവ, ഇപ്രകാരം ക്രൂരവൃത്തിയിൽ ഏർപ്പെടുവാൻ ഭഗവാൻ എങ്ങനെ സാധിക്കുന്നു? താങ്കളോട് ഉരുദ്രത്തിൽ നിന്നും പിറന്നതിനാൽ ശുക്രാചാര്യർ അവിടുത്തെ പുത്രനല്ലേ? അവിടുത്തെ സന്താനം എന്റെയും സന്താനമാണ്. പ്രിയനെ, നമ്മുടെ പുത്രനായ ശുക്രന്റെ നേരെ ആയുധം പ്രയോഗിക്കുവാൻ അങ്ങയ്ക്ക് കഴിഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ദേവാദിവ, ശുക്രനെ വധിക്കുന്ന താങ്കൾ പുത്രഹന്തവനായി അറിയപ്പെടുകയില്ലേ? പാർവതിയുടെ വാക്കുകൾ ദേവനെ ചിന്തിപ്പിച്ചു. തന്റെ ഉദരത്തിൽ പിറന്നവൻ സ്വന്തം പുത്രൻ തന്നെയാ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പരമേശ്വരൻ തന്റെ ആയുധം പിൻവലിക്കുകയും ശുക്രനെ പുത്രനായി മനസ്സാ സ്വീകരിക്കുകയും ചെയ്തു. കുബേരനാകട്ടെ ഇതികർത്തെ മൂടനായി തീരുകയും ചെയ്തു. അടുത്തത് അംബരീക്ഷൻ ദുർവാസാവിന്റെ അഹങ്കാരം ശമിപ്പിച്ച കഥയാണ്. തുടരും.